എന്ത് പറഞ്ഞാലും വല്യേട്ട നീ ഒരു വാചകം പറയും. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലയോ കെട്ടിയതും കെട്ടിച്ചു നോക്കേ. വേണ്ട, അതിലോട്ടൊന്നും കടക്കണ്ട. ഞാൻ ഏതായാലും തലയ്ക്ക് സുഖമില്ലാത്ത എന്റെ പെങ്ങളെ അളിയന്റെ ഇല കെട്ടിവെച്ചൊന്നുമല്ല. വക്കീൽ അദ്ദേഹം എന്തിനാ ഈ പഴം പുരാണമൊക്കെ പറഞ്ഞ ഏമാന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നേ? താനാരാ ഇതൊക്കെ പറയാൻ? അന്നമുട്ടുമടയിൽ ഇളമീന്നോ? വല്യേട്ട മളം വെച്ച് കൊടുത്തിട്ടാ കണ്ട മാപ്പിളയൊക്കെ നാക്കിട്ടിളക്കുന്നത്. അതൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട കേട്ടോ. മതി മതി, ഞാൻ ഇറങ്ങുന്നില്ല. നെല്ല് വേണ്ടായോ? 4-5 ദിവസം കഴിയാനുള്ള അരി പാപ്പിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ട്. അത് തീരുമ്പോ ചെറുനിരങ്ങി തെണ്ടിക്കൊള്ളാം. ചേട്ടാ, ആരോട് ചോദിച്ചിട്ടാണ് ഈ കുരിശുവണ്ടിയോട് വെച്ചത്? ആരോട് ചോദിക്കാന്? ഞങ്ങളുടെ വള്ളിക്ക് ഒരു കുരിശടി വേണം. പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൽ പറഞ്ഞോ? മേടയിലെ സ്ഥലമായത് പഞ്ചായത്ത് വകയൊന്നുമല്ല. ചോദിക്കാനും പറയുന്ന ആളില്ലെന്ന് വിചാരിച്ചോ? വരട്ടല്ലേ പാപ്പി മാപ്പിളെ, ഞങ്ങൾ ഈ പാടത്ത് പണിയുന്നവരാ. കണ്ടവന്റെ പാടത്ത് കുരിശ് വെക്കുന്നതാണോ നിന്റെ പാടത്തെ പണി? ഈ കുരിശ് ഇവിടെ നിൽക്കും. എന്നാലേ ഒന്ന് കാണണമല്ലോ. വേണ്ട പാപ്പി, വഴക്ക് വേണ്ട. ഒരു കുരിശല്ലേ, അതവിടെ നിന്നോട്ടെ. നല്ല കാര്യല്ലേ? അത് നല്ല ഏമാനെ. ഇവിടെ വഴക്കും വക്കാണോ ഉണ്ടാക്കാനുള്ള പുറപ്പാടായവന്മാരുടെ ഇത്രയും കാലം ഇവിടെ ഇല്ലാത്ത കുരിശടി ഇപ്പൊ എന്തിനാ? പാപ്പിച്ചേട്ടാ, പള്ളിയുടെ വകയാ കുരിശ്. പഞ്ചായത്തിൽ നിന്ന് അനുവാദമുണ്ട്. വാ പാപ്പി, പള്ളിയുടെ വകയല്ലേ? പള്ളിന്ന് പറയത്തില്ലേ ഏമാനെ? ഇത് ദേവന്മാരുടെ തോന്നിയാസമാ. അച്ഛനെ വിളിച്ചോണ്ട് ഞാനിത് നിർത്തി കാണിച്ചു തരാം. ഏമാ വന്നാട്ടെ. ഞങ്ങളിവിടെ കാത്തു നിൽക്കാം. പോയേച്ച് എളുപ്പം വരണേ. വരൂടാ. നോക്കി നിൽക്കാം, പണിയെടുക്കാം. പള്ളിയുടെ വകയല്ല കുരിശടി. പിന്നെ കുരിശ് വെക്കരുതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ പാപ്പി? പിന്നെ എന്ത് ചെയ്യണം അച്ചോ? എനിക്കറിയാൻ മേല. പ്രശ്നമാക്കണ്ട പാപ്പി, കളത്തിൽ കുരിശും കൂടി നിന്നോട്ടെ. ആ അനുഗ്രഹം കൂടി ഉണ്ടാവുമല്ലോ. ദേവാരപ്പുരയുടെയും കുരിശിന്റെയും പേരിൽ നാട്ടിൽ വഴക്കുണ്ടാകരുത്. പാപ്പി വാ, നമുക്ക് വാ. ഒന്നും ആകാതെ പോയാലേ ഏമാനെ. ഇവിടെ ഒരു പഞ്ചായത്തില്ലേ, അതിലെ ആളുകൾ തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന്. എന്ത് തീരുമാനിച്ചാലും പള്ളി എതിർക്കില്ല, അത്ര എനിക്ക് പറയാനാവും. ശരി. ആ കുരിശ് അവിടെ നിന്നെടുത്ത് മാറ്റണം. അല്ലെങ്കിലേ ഇന്നുവരെ അന്യോന്യം സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ആയിരപ്പരല്ല കൃഷിക്കാര് അടിപിടിയും കത്തിക്കുത്തും നടത്തും. അപ്പോഴേ പ്രസിഡന്റ്, ആ കുരിശ് അവിടെ നിന്നുള്ള കുഴപ്പം എന്താ? ഒരു ക്രിസ്ത്യാനി എന്നെ അതിന് എതിര് നിൽക്കുന്നത് ശരിയാണോ? ഞാൻ ക്രിസ്ത്യാനി പ്രസിഡന്റ് അല്ല, പഞ്ചായത്ത് പ്രസിഡന്റാ. മതത്തിന്റെ പേരിൽ നാട്ടുകാർ തമ്മിൽ അടിക്കാൻ പാടില്ല. അതുകൊണ്ടാ പറയുന്നത് ആ കുരിശ് അവിടെ നിർത്തി മാറ്റണമെന്ന്. അതവിടെ നിന്നോട്ടെന്ന് വെച്ചാ പോരെ? പോരാ, തലമുറയായിട്ട് ആചരിച്ചു പോരുന്ന ചടങ്ങുകൾ മാറ്റാൻ പാടില്ല. അവിടുത്തെ തേവാരപ്പുരയ്ക്ക് 1000 കണ്ടത്തോളം പഴക്കമുണ്ട്. അതിനിടെ കുരിശ് കൊണ്ട് വയ്ക്കുന്നത് തെറ്റാണ്. ഞങ്ങളുടെ കുരിശ് അവിടെ തന്നെ നിൽക്കും. പാടില്ല. നീ പഞ്ചായത്ത് പ്രസിഡന്റായ ഞാൻ പറയുന്നു. ചുണയുണ്ടല്ലോ കരുതിയാ നിങ്ങളെ ഞങ്ങളുടെ പ്രസിഡന്റ് ആക്കിയത്. അത് മറക്കല്ലേ. അത് പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട. അത് മാറ്റാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ ഈ പ്രസിഡന്റ് സ്ഥാനം എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, ചുമ്മാ ഊപ്പിടി കാട്ടല്ലേ. ഊപ്പിടിയും പേപ്പിടിയും ഒന്നുമല്ല. അന്യായം കാണിക്കുന്ന പ്രസിഡന്റ് ആയിട്ടിരിക്കാൻ ശൗര്യ കിട്ടത്തില്ല. നിങ്ങളായി നിങ്ങളുടെ പഞ്ചായത്തായി. ആ പിന്നൊരു കാര്യം, ഞാൻ നാട്ടിലുള്ളപ്പോ ആ കുരിശ് അവിടെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ട. ഇതോടെ വേണം എഴുതിക്കോ. എടാ, നാട്ടുകാരാ നിന്നെ തെരഞ്ഞെടുത്തത്. നീ ഒരു അഭിപ്രായം പറഞ്ഞ് പിണങ്ങിപ്പോയാൽ അത് അവരോട് കാണിക്കുന്ന നിന്നയാവും. പിന്നെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചോണ്ട് പഞ്ചായത്ത് ഓഫീസിൽ പോയി അഭിപ്രായം പറയിപ്പിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ നീ പറ. നീ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ ഭൂരിപക്ഷത്തിന് ശരിയായി ഈ നാട് ഭരിക്കുന്നത് പഞ്ചായത്തും. ഭൂരിപക്ഷത്തിന്റെ ശരിയോ? കുരിശടിയുടെയും പള്ളിയുടെയും അമ്പലത്തിന്റെയും പേര് പറഞ്ഞ് നാട്ടുകാർ തമ്മിൽ തെറ്റിക്കുന്നതാണോ ഭൂരിപക്ഷത്തിന്റെ ശരി? ആ ചാക്കോയുടെ കാശും വാങ്ങിച്ച് അവൻ പറയുന്ന പോക്കരത്തരത്തിന് മുഴുവൻ കേസ് മൂടുന്നതാണോ പഞ്ചായത്തിന്റെ ജനാധിപത്യം? നിന്നെ പോലെ അവരെയും തെരഞ്ഞെടുത്ത് വിട്ടത് നാട്ടുകാരാ. നാട്ടുകാർ വോട്ട് ചെയ്യും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്മാർക്ക് തോന്നിയ പോലെ പിന്നെ അവര് അടുത്ത ഇലക്ഷൻ വോട്ട് ചെയ്യും. അങ്ങനെ സംസാരം നിർത്ത്. ശൗര്യ, നീ ഒറ്റക്ക് എന്നാ ചെയ്യാനാ? ഞാൻ ഒറ്റക്കല്ലോ, നാട്ടുകാർ മുഴുവൻ എന്റെ കൂടെ ഇല്ലേ? തോന്നല. അങ്ങനെ നാട്ടുകാർ നിന്നിരുന്നെങ്കിൽ ഈ നാട് എന്നേ നന്നായി പോയേനെ. നീ എന്റെ കൂടെ നിൽക്കൂ. നീ എന്റെ കൂടെ നിൽക്കൂ. പറ്റുകയല്ല, ഞാൻ പോലീസ് ഇൻസ്പെക്ടറാ. ആ, പോലീസുകാർ നാട്ടുകാരല്ലോ. എടാ, നിയമം നടപ്പാക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ജോലി. എന്നതാടാ ഈ നിയമം? ഓർഡർ, മോഡി എന്നുള്ള ഓർഡർ. എടാ, മുകളിലിരിക്കുന്നതിന് വട്ടുപിടിച്ചാലോ? നിന്റെ അമ്മയെങ്കിലും തല്ലിക്കൊന്ന് ആറ്റി താത്രം പറഞ്ഞാൽ നീ ചെയ്യുവോ? നീ കാക്കിയും പറഞ്ഞാൽ അവന്റെ തന്തയ്ക്ക് വിളിക്കത്തില്ലയോ? ഇല്ലയോ? അപ്പൊ അവനവന് കൊണ്ടാലേ അറിയൂ. വാസ്തവം. കൈവക്കി ഭൂരിപക്ഷത്തിന്റെ പേരും പറഞ്ഞ് എന്തു ആകാമെന്ന്. കാശുള്ളവന്റെ കീശയൊക്കെ ഇട്ട് അളിച്ചു വാരി അവനൊക്കെ പറയുന്ന പോലെ ഭരിക്കുന്നത് കൊണ്ടാ നാട് നന്നാകുന്നത്. നാട്ടുകാർ ഇളകലുണ്ടല്ലോ. ഇളകത്തില്ലല്ലോ. ഇളക്കണമല്ലോ. ശരി പറഞ്ഞ് മനസ്സിലാക്കി ശരിക്ക് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. എന്നാലേ പഞ്ചായത്ത് നന്നാവും. നല്ല ബലത്തേലാ കെട്ടി പൊക്കിയിരിക്കുന്നത്. പുറമേ കാണുന്നതല്ല ബലം, അകത്തോട്ട് താഴെ ഉറപ്പ് വേണം.
നേരത്തെ പെട്ടിയൊക്കെ ഉണ്ടല്ലോ. നേർച്ച കാശ് ക്ലാവറാസും സ്പേഡ് ഗുലാനും ഒക്കെ ആയിട്ട് പിറക്കി എറിയണ കണ്ടില്ലേ? അല്ലോ ഇട്ടേച്ച് പോണേ. അയ്യോ, എന്നടാ എന്നാച്ചു? എന്നതാടാ നീ പറഞ്ഞേ? അല്ല വല്ല ഇട്ടേച്ച് പോണേന്ന് പറയായിരുന്നു. ഞങ്ങളായി കുരിശ് പണിത്. പള്ളിക്കിട്ട് പണിയല്ലേ, മര്യാദക്കൊക്കെ കഴിഞ്ഞോണം. ഒരു വിധത്തിലാ ശബരിയാരെയും പിള്ളേരെയും പറഞ്ഞു ഒതുക്കിച്ചാ ഞാനിങ്ങോട്ട് പോകുന്നത്. വഴക്കിനും വക്കാനത്തിനും ആ ഭാവമെങ്കിലേ ഈ കരയെ കഴിയാൻ അനുവദിക്കത്തില്ല, പറഞ്ഞേക്കാം. അതെന്നാ വർത്താനം വെച്ചു? ഞങ്ങൾ ഈ കുരിശടി പണിഞ്ഞാണോ കുറ്റം? അല്ല, നീ ഒന്നും കർത്താവിനെ കാണുന്നില്ല, അതാ കുറ്റം. വാടോ പറയത്. അച്ഛാ, അച്ഛാ ഭാനുവേട്ടൻ വന്നിട്ടുണ്ടെന്ന്. എപ്പോ? ആര് പറഞ്ഞു? ദേ ഇപ്പൊ സാറ് വന്ന് പറഞ്ഞേച്ചു പോയി. ഞാനൊന്ന് പോയേച്ചു വരട്ടെ. എങ്ങോട്ടാ മോളെ? എങ്ങോട്ടാ നീ പോന്നേ? ഭാനുവേട്ടൻ വന്നിട്ടുണ്ടമ്മേ, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ഞാനും വരാം. വേണ്ടമ്മേ, അച്ഛൻ ഒറ്റയ്ക്കല്ലേ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. അവള് പോയിട്ട് വരട്ടെ സാവിത്രി. വെച്ച് നീട്ടാതെ അവരുടെ കല്യാണം വേഗം അങ്ങ് നടത്തണം. അമ്മാവ, ഭാനുവേട്ടൻ വന്നിട്ടുണ്ടല്ലേ? അപ്പച്ചേ, യാത്രാക്ഷീണം മാറ്റുവാനായിട്ടാണോ ആറ്ററമ്പിൽ വന്ന് കുത്തിയിരിക്കുന്നത്? നീ എപ്പോ വന്നു? സാറെപ്പോ വന്നു. അമ്മാവൻ എങ്ങനെയുണ്ട്? അമ്മാവൻ അങ്ങനെ തന്നെ ഉണ്ട്. അല്ല, ഞാൻ അറിയാൻ മേലാണ്ട് ചോദിക്കുക, അവിടെ കൽക്കട്ടയിൽ ഇല്ലന്റിനും കാടിനൊക്കെ വലിയ വില കൂടുതലാണോ, അതോ കാശില്ലഞ്ഞിട്ടാണോ ഭാനു വിക്രമ കൈമൾ അദ്ദേഹത്തിന്? എത്ര എഴുത്തയച്ചു ഞാൻ ഭാനുവേട്ടാ, ഒരു വരെയെങ്കിലും തിരിച്ചെഴുതുക. മോനെ, നിന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു. ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് നീ അമ്മാവനോട് പറഞ്ഞേക്ക്. ഓ പറയാവേ, ഒന്നും മെനിങ്ങേറ്റുണ്ട് കേട്ടോ. അല്ലേ അപ്പച്ചി? അപ്പച്ചിക്ക് എന്നാ എത്ര ഗൗരവം? കൽക്കട്ടയിൽ മോൻ വന്നതിന്റെ ആണോ? വേറെ ആലോചന വന്നിട്ടുണ്ടെന്നോ? എന്നതാ നിങ്ങൾ പറയുന്നേ? ഭാനുവിനെ കൊണ്ട് അവളെ കെട്ടിക്കാമെന്ന് ഉറപ്പിച്ചു വെച്ചിരുന്നല്ലേ? അത് അന്നങ്ങനെയൊന്ന് പറഞ്ഞു പോയെന്നല്ലേ ഉള്ളൂ. പറഞ്ഞു പോയെന്നോ? പിന്നല്ലാതെ മോതിരം മാറ്റം വല്ലതും നടത്തിയോ നമ്മള്? മോതിരം മാറ്റമോ? ഇങ്ങനെയൊന്നും പറയരുത്. പാർവതിയെ ഭാനുവിനെ കൊണ്ട് കെട്ടിക്കണം വളയാ. അവക്ക് ഈ കരന്ന് വേറെ ആരെങ്കിലും നമുക്ക് ആലോചിക്കാം. വേറെ ആരെയെങ്കിലും ആലോചിക്കാവുന്നു. വല്യേട്ട് നിന്ന് ഓർത്തേ, കൽക്കട്ടയല്ല അവന്റെ ഉദ്യോഗം. അവിടുത്തെ രീതിക്കൊക്കെ ചേർന്ന ഒരു പെണ്ണ് വേണ്ടായോ അവന്? ഈ വെള്ളക്കുഴിയിൽ ഇവളെ കെട്ടിക്കൊണ്ടുപോയാ മതിയോ? ഭാഗീരഥി, എന്റെ മോളെ പറ്റിയാണോ നീ പറയുന്നത്? അച്ഛൻ ഇനി ഒന്നും പറയണ്ട. ആവശ്യമില്ലാത്ത ആരുടെയും തലയിൽ എന്നെ കെട്ടിവെക്കണ്ട. കേറി പൊടിയാത്ത്. നെറികേടാ വക്കീലത്തെ ഈ കാണിക്കുന്നത്. തന്നോട് ചോദിച്ചില്ല, തനിക്കെന്നാ കാര്യം ഇവിടെ? ഈ വീട്ടിൽ പാപ്പയ്ക്ക് എന്നാ കാര്യമെന്ന് വക്കീലിന്റെ ഭാര്യയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. ഏമാന്റെ പെങ്ങളാണെന്ന് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ കുഞ്ഞമ്മ ഇത് എന്നോട് ചോദിക്കില്ലായിരുന്നു. പാപ്പി പറഞ്ഞു മുഷിക്കണ്ട. നിങ്ങൾ ചെല്ല്, നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നടക്കട്ടെ. അളിയൻ തെറ്റിദ്ധരിക്കരുത്. ശരിയായി തന്നെ ധരിച്ചു. എന്നതാ കുഞ്ഞ ഞാനീ കേൾക്കുന്നേ? കുഞ്ഞു വേറെ കെട്ടാൻ പോവാണോ? കുഞ്ഞു പാർവതി കുഞ്ഞിനെ കെട്ടിയില്ലെങ്കിൽ ആ വീട് തകർന്നു പോകും. ഈ ഒരൊറ്റ പ്രതീക്ഷയിലാ ആ കുടുംബം കഴിയുന്നേ. ആയിരപ്പുറ പാടം മുക്കാലും പാട്ടക്കാരുടെ കയ്യില. ഒരൊറ്റ മണി നെല്ല് പാട്ടം കിട്ടാനില്ല. കുഞ്ഞിന്റെ അച്ഛൻ വക്കീൽ തന്നെ ഇടനിലക്കാരൻ. നല്ല ഞെരുക്കത്തിലും ഒന്നും മിണ്ടാതെ അവരൊക്കെ സഹിച്ചു വന്നത് ഇങ്ങോട്ടാണല്ലോ പാർവതി കുഞ്ഞ് വരുന്നതെന്ന് ഓർത്തിട്ടാ. ഞാൻ ആരെ കെട്ടണമെന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത്. കുഞ്ഞാണോ തീരുമാനിച്ചത്? കുഞ്ഞ് കെട്ടാൻ പോകുന്ന പെണ്ണുവീട്ടിലെ പണമല്ലയോ തീരുമാനിച്ചത്? അങ്ങനെ തന്നെ വെച്ചോ. നിനക്കെന്നെ ഈ കാര്യം? എനിക്കെന്നാ കാര്യം? കുഞ്ഞ് പാർവതി കുഞ്ഞിനെ കെട്ടുന്നില്ല എന്ന് അറിഞ്ഞപ്പോ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി, സംസാരിച്ചു. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് എടുത്തു. ഞാൻ പോയിക്കോട്ടെ. അപ്പൊ പാർവതി കുഞ്ഞിനെ കെട്ടത്തില്ലല്ലോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാ. എടാ പരമനാറി, ഞങ്ങളെപ്പോലുള്ള നാട്ടുകാർക്ക് ചോറ് തന്നാടാ ആ വീടും വീട്ടുകാരും. നിന്റെ അമ്മാവനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ദൈവമാണെങ്കിൽ നീ നിന്റെ അപ്പനൊക്കെ ചേത്താന്മാരാ. വേറെ ആമ്പിള്ളേർ ഒരുപാടാ എന്റെ പാർവതി കുഞ്ഞിനെ കെട്ടാൻ. പുല്ല്. മോനെ, ആരാ അപ്പുറത്ത്? നാളെ മറിയ ഇങ്ങോട്ട് അയക്കാൻ പാപ്പിയോട് പറയണം. ഇച്ചിരി കസ്തൂരി മഞ്ഞൾ ഇടിക്കാനുണ്ട്. ദിവസം ഇങ്ങായി. ഇങ്ങനെ കുത്തിയിരുന്ന കാര്യമൊന്നും നടക്കത്തില്ല. പ്രഥമ 4 കൂട്ടം വേണം. നേരെയാക്കാം അമ്മ വന്നേ. നിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനുണ്ട്. എല്ലാം ഉരുട്ടിത്തരാൻ അമ്മയും അച്ഛനൊന്നും കാണത്തില്ല. ഭർത്താവെന്ന് വെച്ചാ ദൈവം. സമയം പോയി. വാ നാട്ടെ, നീ അങ്ങോട്ട് കയറാം. അങ്ങോട്ട് വേഗം കയറേ.
മുറിന്ന് പുറത്തു പോകരുതെന്ന് പറഞ്ഞത് മുറിക്കകത്ത് ഇങ്ങനെ കുത്തിയിരിക്കാനല്ല, നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും വായിക്കുകയും വേണം. മോൾ ഇങ്ങോട്ട് വന്നാട്ടെ, ഇവിടെ ഇരിക്കെ. പാറുകുഞ്ഞേ, വില്ലിഹ വരുത്തിയിടുക ചെയ്തു മുനി, എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവീതെനിക്കിപ്പോൾ. പാറുകുഞ്ഞ്, ഇത് എന്നാ എടുക്കുമായിരുന്നു? അകത്ത് ഇരുന്ന് മൂങ്ങുമായിരുന്നു. എന്തിനാ മോങ്ങുന്നേ? മോങ്ങാനിപ്പോ ഇവിടെ എന്തോണ്ടായി? ആ, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്നതാ അമ്മ നീട്ടി വായിക്കുന്നേ? എന്നതാ? അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. സീതാ സ്വയംവരം വായിച്ചേപ്പിക്കായിരുന്നു, കെട്ടിച്ചു വിടാൻ പോകുന്ന മോളെ. അതുപോലെ വല്ല ഏർപ്പാട് ഇന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു കാര്യം. കൈമളദ്ദേഹം വലിയൊരു വില്ലുണ്ടാക്കി തിന്നപ്പുറത്ത് വെച്ചിട്ട് ഇതൊടിക്കുന്നവനെ പാർവതി കുഞ്ഞിനെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്ന ആ വില്ല് എങ്ങനെയെങ്കിലും അഴിച്ചു പറിച്ച് ഒടിച്ച് തിണ്ണക്കിട്ട് 2 അടി അടിച്ചിട്ട് പാർവതി കുഞ്ഞിനെ കെട്ടിക്കൊണ്ട് അങ്ങ് പോയനെ. പിന്നല്ലാതെ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ശൗരി, ഇല്ലെങ്കിൽ അമ്മ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വരും. അതെ, വിഷമം കാണും, വിഷമിക്കരുത്. കുഞ്ഞിനെ കെട്ടാൻ എവിടെയോ ഒരുത്തിനിരിപ്പുണ്ട്. സമയമാകുമ്പോ അവനിഞ്ഞ് വരും. ഒരു നല്ല ചാപ്പാട് നീണ്ടുപോയല്ലോ എന്നാ എന്റെ വിഷമം. കയറായിരുന്നില്ലേ ബോട്ടെ കൂടെ? നല്ല ചാപ്പാട് കിട്ടുമായിരുന്നല്ലോ. എന്റെ പട്ടിക വേണോ അത്? എച്ചില്ലല്ലോ അത്. അതുപോലാണോ ഇവിടെ നിന്ന് കിട്ടുന്നവരല്ലോ ചോറ്? നീ ഇവിടെ നിന്നാ ഞാൻ പലതൊക്കെ പറഞ്ഞു പോകും. അവസാനം വക്കീലിന്റെ പ്രസംഗം പോലെ ആവും. പോവാ. ശൗരി, സ്വാതന്ത്ര്യം കിട്ടിയോ? കിട്ടിയില്ല, കിട്ടിയേക്കും.